കോഴിക്കോട് നാദാപുരം കടമേരിയിൽ സ്കൂൾ മാനേജ്മെന്റ് വ്യാജ പരാതികൾ ഉന്നയിച്ച് വർഷങ്ങളായി പീഡിപ്പിക്കുന്നുവെന്ന പരാതിയുമായി അധ്യാപകൻ. കടമേരി സ്വദേശിയും റഹ്മാനിയ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപകനുമായിരുന്ന VP കുഞ്ഞുമൂസയാണ് ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. 1998 ഹൈസ്കൂൾ ഇംഗ്ലീഷ് അധ്യാപകനായി കുഞ്ഞുമൂസ ജോലിയിൽ പ്രവേശിച്ചത്. പിന്നീട് മാനേജറുടെ ബന്ധുവിനെ നിയമിക്കുന്നതിനായി നിർബന്ധിത അവധിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശിച്ചെന്നാണ് ആരോപണം. ആ ഒഴിവിലേക്ക് കോഴ വാങ്ങി മറ്റൊരു അധ്യാപകനെ നിയമിച്ചെന്നും കുഞ്ഞുമൂസ പറയുന്നു. ഇക്കാര്യങ്ങൾ ചോദ്യം ചെയ്തതോടെ മാനേജ്മെന്റ് നിരന്തരം പീഡിപ്പിക്കുകയും മാനസിക രോഗിയായി ചിത്രീകരിക്കുകയും ചെയ്തെന്നും ആരോപണമുണ്ട്. പക്ഷേ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവർ നിരന്തരം തന്നെ മാനസിക രോഗിയാണെന്ന് പുറത്തും എല്ലാ മഹല്ലുകളിലും അതേപോലെ തന്നെ എല്ലാ സ്കൂളുകളിലും നിരന്തരം ഇന്നും അവരിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലുള്ള നിരന്തരമായിട്ടുള്ള വേട്ടയാടൽ കാരണം എനിക്ക് മാനസികമായിട്ട് വളരെ ഞാൻ തളർന്നു. ഒരുപാട് തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. ഒരു സ്ഥലത്തും എനിക്ക് സമൂഹത്തിൽ ഇറങ്ങിക്കൂടാൻ പറ്റാത്ത രീതിയിൽ എന്നെ മാനസിക രോഗിയാക്കിയിട്ട് അവർ ചിത്രീകരിച്ചു കഴിഞ്ഞു. മാനേജ്മെന്റ് നൽകിയ വ്യാജ പരാതികളെല്ലാം പോലീസ് ഉൾപ്പെടെ തള്ളിക്കളഞ്ഞതാണ്. എന്നാൽ തുടർന്നും തനിക്കെതിരെ നടപടികളും വ്യാജ പ്രചാരണവുമായി മാനേജ്മെന്റും ബന്ധപ്പെട്ടവരും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും നേരിൽ കണ്ട് പരാതി നൽകാൻ തീരുമാനിച്ചതായും കുഞ്ഞുമൂസ പറഞ്ഞു. എന്നാൽ നിയമപ്രകാരമുള്ള നടപടികളാണ് കുഞ്ഞുമൂസയ്ക്കെതിരെ സ്വീകരിച്ചിട്ടുള്ളതെന്നും മറ്റുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നുമാണ് മാനേജ്മെന്റിന്റെ വിശദീകരണം. ന്യൂസ് മലയാളം, കോഴിക്കോട്.